രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ വരെയുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2710 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. 1000-ലേറെ രോഗികളുള്ള കേരളത്തിലാണ് ഏറ്റവുമധികം പോസിറ്റീവ് കേസുകളുള്ളത്. 1147 പേർക്കാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. തൊട്ടുപിന്നാലെ മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 641 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ 467 പേർ മാത്രമാണ് ആക്റ്റീവ് രോഗികളായിട്ടുള്ളത്. കേരളത്തിൽ 227 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമ ബംഗാളിൽ 59ഉം ഡൽഹിയിൽ 56ഉം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ നിരീക്ഷണത്തിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 294ആയി. രാജസ്ഥാനിൽ 54 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കർണാടകയിലും തമിഴ്നാട്ടിലും 148 വീതം ആക്റ്റീവ് കേസുകളാണുള്ളത്. കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ച 63കാരൻ അന്തരിച്ചു. ഇതോടെ മരണസംഖ്യ 3ആയി. അദ്ദേഹം മൈസൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.